പിന്നെ ആളുകൾ അതെല്ലാം പോട്ടെ, നിന്നെയും കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും നിന്നെ എങ്ങാണോ ഉദ്ഘാടനത്തിന് വിളിക്കുമോ? ഇല്ല. നിൻ്റെയൊക്കെ ആ എഴുത്ത് കാണുമ്പോൾ തന്നെ ആളുകൾ ഓടിപ്പോകും. ജീന ചിരിക്കുന്നു. ആ എഴുതി വയ്ക്കുന്ന ദാണ്ട് എല്ലാവർക്കും അതും ഇഷ്ടപ്പെട്ട്. നിൻ്റെയൊക്കെ കമൻറ്റുകളുണ്ടല്ലോ അവിടെ വന്ന് ഇങ്ങനെ എഴുതി നീളത്തിൽ വെച്ചേക്കുന്ന എസ്സേ പോലെ. ആ കമൻറ്റുകൾ വായിക്കുമ്പോഴേ നിന്നെയൊന്നും പിന്നെ ഉദ്ഘാടനത്തിന് വിളിക്കത്തില്ല. എനിക്കൊക്കെ നല്ല അസൂയുണ്ട് എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. എനിക്കതറിയാം. ഇനിയും വിളിക്കണം ആൾക്കാർ. ഇനി ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുകയാണെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപയൊക്കെ എനിക്ക് കിട്ടണം കേട്ടോ. വെറുതെ വന്ന് എന്നെ ഉദ്ഘാടനിക്കാൻ വിളിക്കരുത്. നന്നായിട്ട് കാശിറക്കണം. ഗുഡ് ജോബ് നാഗാന്ന്. വെറുതെ വന്ന് ഉദ്ഘാടനത്തിന് വിളിക്കരുത്. നന്നായിട്ട് കാശിറക്കണം. നല്ല കഴിവുള്ളവർ വേണം എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുക. 40 ഉപ്പയൊന്നും വന്ന് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കില്ല. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ വന്ന് ഉദ്ഘാടനത്തിന് വിളിച്ച് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് സമൂഹത്തിന് നല്ല കാര്യമാണ് ഞാൻ ചെയ്തത്. എത്ര ചാനലുകാർക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടായി. നിന്നെ കൊണ്ടൊക്കെയാണ് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം നിന്നെ കൊണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നാഗാദേവിയെയും കൊണ്ട് എത്രയോ പേർക്ക് ഉപകാരം ഉണ്ടാവുന്നത്, സമൂഹത്തിന് മുഴുവൻ ഉപകാരം ഉണ്ടാവുന്നത്. അപ്പോൾ ആ കോന്തൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കീഴിലോട്ട് കൊണ്ടുവന്ന്, മോന്തയുടെ കീഴിലോട്ട് കൊണ്ടുവന്ന് ക്യാമറ എടുത്ത്. അപ്പോഴവിടെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ ഇത്തിരി മാറ്റി വെച്ചെടുക്കാൻ. കേട്ടില്ല. അപ്പോഴാ ക്യാമറ എടുത്ത ആളെ ഇനി ആരും വിളിക്കത്തില്ല. ഉള്ള വരുമാനം ഇല്ലാതായില്ലേ. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കിയാണ് ആശ്ലി എന്ന് പറയുന്ന പൊട്ടന് വായിച്ച് ചിരിക്കുന്നത്. ഇത്രയും പ്രായമില്ല, ഇതാണ് ക്യൂട്ട്, ഇവരുടെ മുഖം എന്തിനു കൊള്ളാം, ഇവരെ കാണാൻ കൊള്ളത്തില്ല. ഇവിടെ എന്നെ നന്നായിട്ട് കാണാൻ സുന്ദരി ആയതുകൊണ്ടാണ് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും നീ ഉൾപ്പെടെയുള്ള ആളുകൾ ലൈവിൽ വരുന്നതും ആളുകളൊക്കെ എന്നെ കൂട്ടുകൂടുന്നതും. അറിയാവോ? മറ്റൊരു ഉദ്ദേശം എന്തുവായിരുന്നു? ആധാർ കാർഡിലെ ഫോട്ടോ പോലെ എൻ്റെ മുഖം അങ്ങോട്ട് പതിപ്പിച്ച് അത് വീഡിയോ ഇട്ട് അതിനകത്ത് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെ അങ്ങോട്ട് ആളുകൾ കൊണ്ടുവന്നിടും. അതങ്ങോട്ട് മൂവായി അതിലൂടെ പൈസ ഉണ്ടാക്കണം. അതേ വേണ്ടിയിരുന്നുള്ളൂ. അവനത് കിട്ടുന്നുണ്ട്. നിന്നെ പോലുള്ള മണ്ടന്മാരെല്ലാം കൂടെ അതിനകത്ത് കൊണ്ടുവന്ന് എൻ്റെ ബോഡിയെ വർണ്ണിക്കുക. ഇത് എന്ത് മൂക്ക, എന്ത് വായ, ഇവർക്ക് ഒത്തിരി പ്രായമുണ്ട്. മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രായമുണ്ടാവും. പ്രായമല്ല, മുഖത്തിൻ്റെ രൂപം മാറും. അതൊക്കെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീയൊക്കെ ഇത്രമാത്രം ചിന്തിക്കാനുള്ള ചിന്താശേഷിയില്ല. അതുകൊണ്ട് ആ ക്യാമറമാനെയും ആ വീഡിയോ എടുക്കുന്ന ആളെയും ആരും വിളിക്കത്തില്ല. അയാളെ കഞ്ഞൂടി മുട്ടിപ്പോവും. അപ്പോൾ ആ കോന്തൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കീഴിലോട്ട് കൊണ്ടുവന്ന്, മോന്തയുടെ കീഴിലോട്ട് കൊണ്ടുവന്ന് ക്യാമറ എടുത്ത്. അപ്പോഴവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ ഇത്തിരി മാറ്റി വെച്ചെടുക്കാൻ. കേട്ടില്ല. അപ്പോഴാ ക്യാമറ എടുത്ത ആളെ ഇനി ആരും വിളിക്കത്തില്ല. ഉള്ള വരുമാനം ഇല്ലാതായില്ലേ. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കിയാണ് ആശ്ലി എന്ന് പറയുന്ന പൊട്ടന് വായിച്ച് ചിരിക്കുന്നത്. ഇത്രയും പ്രായമില്ല, ഇതാണ് ക്യൂട്ട്, ഇവരുടെ മുഖം എന്തിനു കൊള്ളാം, ഇവരെ കാണാൻ കൊള്ളത്തില്ല. ഇവിടെ എന്നെ നന്നായിട്ട് കാണാൻ സുന്ദരി ആയതുകൊണ്ടാണ് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും നീ ഉൾപ്പെടെയുള്ള ആളുകൾ ലൈവിൽ വരുന്നതും ആളുകളൊക്കെ എന്നെ കൂട്ടുകൂടുന്നതും. അറിയാവോ? മറ്റൊരു ഉദ്ദേശം എന്തുവായിരുന്നു? ആധാർ കാർഡിലെ ഫോട്ടോ പോലെ എൻ്റെ മുഖം അങ്ങോട്ട് പതിപ്പിച്ച് അത് വീഡിയോ ഇട്ട് അതിനകത്ത് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെ അങ്ങോട്ട് ആളുകൾ കൊണ്ടുവന്നിടും. അതങ്ങോട്ട് മൂവായി അതിലൂടെ പൈസ ഉണ്ടാക്കണം. അതേ വേണ്ടിയിരുന്നുള്ളൂ. അവനത് കിട്ടുന്നുണ്ട്.
നിന്നെ പോലുള്ള മണ്ടന്മാരെല്ലാം കൂടെ അതിനകത്ത് കൊണ്ടുവന്ന് എൻ്റെ ബോഡിയെ വർണ്ണിക്കുക. ഇത് എന്ത് മൂക്ക, എന്ത് വായ, എന്ത്, ഇവർക്ക് ഒത്തിരി പ്രായമുണ്ട്. മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രായമുണ്ടാവും. പ്രായമല്ല, മുഖത്തിൻ്റെ രൂപം മാറും. അതൊക്കെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീയൊക്കെ ഇത്രമാത്രം ചിന്തിക്കാനുള്ള ചിന്താശേഷിയില്ല.